നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷിം മൂസ ഉൾപ്പെടെ 3 പേരെ വധിച്ച ഓപ്പറേഷൻ മഹാദേവിനായി നടത്തിയത് നീണ്ട തയ്യാറെടുപ്പുകൾ. 14 ദിവസത്തെ തയ്യാറെടുപ്പിനൊടുവിലാണ് ഇവരെ വധിച്ചത് എന്നാണ് സൈന്യം പറയുന്നത്. സൈന്യം വധിച്ച സുലൈമാൻ ഷായുടെയും സംഘത്തിന്റെയും നീക്കത്തെപ്പറ്റി കൃത്യമായ വിവരം നേരത്തെ ലഭിച്ചിരുന്നുവെന്നും ഈ മാസം തുടക്കം മുതൽ തന്നെ നിരീക്ഷണത്തിലായിരുന്നുവെന്നുമാണ് വിവരം. ഇവർ പാകിസ്ഥാൻ ഭീകരവാദികളാണ്. ഭീകരരുടെ പക്കൽ നിന്ന് വലിയ ആയുധശേഖരവും കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശത്തെ ആട്ടിടയന്മാരിൽ നിന്ന് ലഭിച്ച സൂചനകൾ അടിസ്ഥാനമാക്കിയാണ് ലക്ഷ്യത്തിലേക്ക് എത്തിയതെന്നും പറയപ്പെടുന്നുണ്ട്. ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ സഹായത്തോടെ സന്ദേശങ്ങൾ പിടിച്ചെടുത്തതാണ് ദൗത്യത്തിൽ നിർണായകമായത്. ഭീകരവാദികൾ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഡിയോ ഉപയോഗിച്ചിട്ടുള്ള ആശയവിനിമയത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. ലിദ്വാസിലെ മഹാദേവ് മലനിരകളിൽ ഭീകരർ ഒളിച്ചുവെന്ന വിവരം ലഭിച്ചതിനാലാണ് ഓപ്പറേഷൻ മഹാദേവ എന്ന് പേരിട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷിം മൂസ ഉൾപ്പെടെ 3 പേര് ഇതിൽ ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീനഗറിലെ ഹർവാനിലെ ഡാച്ചിഗാം ദേശീയ ഉദ്യാനത്തിനടുത്തുള്ള ലിദ്വാസ് പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിലാണ് 3 തീവ്രവാദികളും കൊല്ലപ്പെട്ടത്. മുള്ളാർ മേഖലയിൽ തീവ്രവാദ നീക്കം നടക്കുന്നതായി ഇന്റലിജൻസ് വിഭാഗത്തിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും ചേർന്നാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടത്തിയത്. 3 തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. മരിച്ച 3 പേരും പാകിസ്ഥാനികളാണ്. ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ടവരാണ് ഇവർ എന്നും ശ്രീനഗർ SP GV സുദീപ് ചക്രവർത്തി പറഞ്ഞു.